ചിന്താവിഷ്ടയായ സീതയിലെ സന്ദർഭൗചിത്യം. മക്കളും മാമുനിയും അകന്നപ്പോഴത്തെ ആശ്രമോദ്യാനത്തിലെ ഏകാന്ത വിജനതയും സന്ധ്യാകാലവുമാണ് സീതയുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച പര്യന്താവസ്ഥകൾ. മാമുനി മാത്രമേ യാഗത്തിന് പോയുള്ളൂവെങ്കിൽ സീത ഇത്രമാത്രം ചിന്താശത ക്ഷുഭിതയാവില്ലായിരുന്നു. സുതർ കൂടി പോയതാണ് വ്യാകുലഹേതു. അവരെ കണ്ടാൽ ശ്രീരാമനിൽ വമ്പിച്ച വിചാരവിപ്ലവം വരുമെന്നും താനും ശ്രീരാമനും തമ്മിൽ സമാഗമം അനിവാര്യമായി തീരുമെന്നും ദേവി ഊഹിച്ചു. ഈയൊരു പ്രതിസന്ധി ഘട്ടമാണ് സീതയുടെ മനസ്സിലെ സംഘർഷമാക്കി മാറ്റി ഞരമ്പുകളിലെ ചോര മഷിയാക്കി ആശാൻ എഴുതിവെച്ചത്. സ്വാതിയും സുവ്രതയുമായ സീതയെ അത്തരമൊരു ഘട്ടത്തിൽ പ്രതിഷ്ഠിച്ച് അവരെ കൊണ്ട് കണ്ണീരിൽ കുതിർന്ന തൻ്റെ പുരാവൃത്തങ്ങൾ ധൈര്യപൂർവ്വം ഓർമ്മിക്കുകയും വേണ്ടപ്പെട്ടവർ തന്നോട് കാണിച്ച അക്ഷന്ത്യമായ അപരാധത്തെ തീപ്പൊരി ചിതറുമാറ് ചിന്തിപ്പിക്കുകയും ചെയ്ത കുമാരനാശാൻ സന്ദർഭത്തിൻ്റെ ഔചിത്യം കണ്ടറിഞ്ഞ കവിയാണ്.